ആലപ്പുഴയിൽ ജി സുധാകരൻ CPIM പോര് ശക്തമാവുകയാണ്. പാർട്ടി ജില്ലാ നേതൃത്വം വിഷയം ഏറ്റെടുത്തതോടെ പൊതുവേദികളിൽ പോലും CPIMനെതിരെ കടുത്ത വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറും. എതിരാളികളെ അസഭ്യം പറഞ്ഞതുകൊണ്ട് കാര്യമായി, ചീത്ത പറഞ്ഞതുകൊണ്ട് കാര്യമായി. അതുകൊണ്ടല്ലേ മൊത്തം തോറ്റത്. CPIMകാരത് കാണും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. CPIM പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരെയുള്ള ജി സുധാകരന്റെ വിമർശനങ്ങൾ പരിധിവിട്ടാൽ നേരിടാൻ തന്നെയാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം. പൊതിച്ചോറിൻ്റെ പേരിലും വികസനത്തിൻ്റെ പേരിലുമൊക്കെ വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജി സുധാകരൻ ഓരോ ദിവസവും വിമർശനങ്ങളുടെ ആക്കം കൂട്ടുകയാണ്. പൊതിച്ചോറ് ആരോപണം ഉന്നയിച്ചതോടെ പ്രശ്നം DYFI ഏറ്റെടുത്തു കഴിഞ്ഞു. അധികാരത്തിന്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി സ്വന്തം അനുജന്റെ രക്തസാക്ഷി തള്ളിപ്പറയാൻ ഉൾപ്പെടെ ആ രക്തസാക്ഷിത്തിന് കാരണക്കാരായിട്ടുള്ള കൊലയാളികളുമായി കൈകോർത്ത് പിടിച്ച ഒരാൾ വന്നിട്ട് DYFIയുടെ പൊതിച്ചോർ അനാവശ്യമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത്തരം അവസരവാദികൾക്കൊന്നും സ്ഥാനമുണ്ടാവില്ല ചരിത്രത്തിൽ എന്നാണ് അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്താനുള്ളത്. CPIM ജില്ലാ സെക്രട്ടറിക്കും ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കുമെതിരെയാണ് ജി സുധാകരൻ MLAയുടെ ആരോപണങ്ങൾ. പാർട്ടി വിടുന്നതിന് മുമ്പുള്ള വ്യക്തിവൈരാഗ്യങ്ങൾ നിലവിലെ വിഷയങ്ങൾക്ക് പിന്നിലുണ്ട്. അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് ജി സുധാകരൻ നടത്തുന്ന പൊതുപരിപാടികളിലൊക്കെ CPIMനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. മറുപടി പറയുന്ന കാര്യത്തിൽ CPIMും പിന്നോട്ടല്ല. പ്രശ്നങ്ങൾ ശക്തി പ്രാപിച്ചാൽ എങ്ങനെ ഇടപെടും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ തലപുകയ്ക്കുന്നത്. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ തൽക്കാലം കോൺഗ്രസും തയ്യാറല്ല. നീർക്കുന്നത്ത് ഒരു സ്കൂളിലെ മണ്ണുമാറ്റലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, UDF സർക്കാരിനൊപ്പമുള്ള ജി സുധാകരൻ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും കഴിഞ്ഞ ദിവസം തിരിഞ്ഞു. MLA ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടന്ന് ചെയ്ത് പറഞ്ഞത്? എന്തിനാണ് മാർച്ച് അത് ചെയ്തത്? പോലീസ് ഇതിന് കൂട്ടാണ്. ഭരണം മാറിയൊന്നും ഇവിടുത്തെ പോലീസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആലപ്പുഴ പോലീസ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർ പഴയ പോലെ പ്രവർത്തിക്കുകയാണ്. വെറുതെയാണ്. ആരോടും മമതയും കാണിക്കണ്ട, വിരോധം കാണിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം. എനിക്ക് ആരുടെ ആനുകൂല്യം ആവശ്യമില്ല. ഒരു പോലീസുകാരനെ ആവശ്യമില്ല. ജി സുധാകരൻ MLAയുടെ വിമർശനങ്ങളും ആരോപണങ്ങളും തുടർന്നാൽ സംസ്ഥാന നേതൃത്വം ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.